നമുക്ക് നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ് കാണാം. ഇന്ന് പുതിയ സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ്. എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. നമുക്ക് കാണാം. നമസ്കാരം. നമുക്കൊന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കിയാണ് നമുക്ക് പഠിക്കാവുന്നത്. നമുക്ക് നമസ്കരിക്കാം. സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഒന്ന് അത് നമുക്ക് എപ്പോഴും പെയറായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു തരാം. പെയറായിട്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ വലത് കൈയും വലത് കാലും ഇതുപോലെ 1 കണ്ടോ, കാല് കാണാമല്ലോ അല്ലേ. 1 2 അപ്പം 1 വെച്ചു 1 2 നമ്മൾ ഒന്ന് ചെറിഞ്ഞു കൊടുത്തു. 1 2 പിന്നെ 1 2 3 4 അടുത്ത് നിൽക്കുന്ന ആൾ അടിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ അടിക്കാൻ നമ്മൾ ഈ കാലാണ് ചെയ്യുന്നത്. 1 2 വലത് കാലും അടുത്തത് ഇടത് കാലും. അപ്പം 1 2 1 2 3 4 നോക്കിയാലോ. പ്രാവശ്യം ഞാൻ പറഞ്ഞുതരാം. 1 2 ഇനി ഈ കാലാണ് ചെയ്യുന്നത്. 1 2 3 4 മനസ്സിലായ? നോക്കാം. ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് ആണ് വേണം കൊടുക്കാൻ. നോക്കാം നമുക്ക്. 1 2 1 2 3 4 കണ്ടോ. ഒന്നുകൂടെ ചെയ്യാം. 1 2 അപ്പോൾ ഈ എടുത്ത് വെച്ച കാലം 1 വെച്ച കാലം 1 വലത് വെച്ച് വലത് കാലം വെച്ച് 1 ആ വെച്ച കാലിൽ നമ്മൾ നേരെ സമത്തിന് കൊണ്ടുവരണം. അപ്പം 1 2 കണ്ടോ. പിന്നെ നമ്മൾ തിരിഞ്ഞ് 1 2 3 4 പക്ഷെ കൈക്ക് മാറ്റമില്ല, കാലിന് മാത്രമേ മാറ്റുള്ളൂ. മനസ്സിലായത്? നോക്കാം ഒന്നുകൂടെ. 1 2 1 2 3 4 ഒരു പ്രാവശ്യം ചെയ്യാം. 1 2 1 2 3 4 1 2 അങ്ങനെ ചെയ്യും. ഒന്നുകൂടെ. 1 2 നേരെ 1 2 3 4 സംശയമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്തത് നമ്മൾ ഇടത് കാലം അതേപോലെ ചെയ്യണം. നമ്മൾ അതേ തന്നെയാണ്. ഇടത് കാലം ഇടത് കാലം ഇങ്ങോട്ട് വെച്ചു. 1 ഇടത് കൈയും ഇടത് കാലുമാണ്. 1 2 തിരിച്ച് ഇടത് കാലം തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ 1 2 ഇനി നമ്മൾ വലത് കാലം ചെയ്യുന്നു. കൈ ഇടത് കാല് ഇടത് കൈ തന്നെയാണ്. 1 2 3 4 മനസ്സിലായോ? അപ്പൊ നമ്മള് 1 2 1 2 3 4 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ പേര് മാറി. ഇനി ഇങ്ങോട്ടാണ് തിരിച്ച് റെഡി ചെയ്യാം. 1 2 1 2 3 4 ഇവിടെയാണ് വരുന്നത്. ഒന്നുകൂടി ചെയ്യാം. 1 2 1 2 3 4 അപ്പൊ നമ്മൾ ആദ്യം വലത് കാലം എടുത്തപ്പോൾ നമ്മൾ 1 2 3 4 ചെയ്ത് ഇടത് കാലാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഇടത് കാലം എടുക്കുമ്പോൾ തിരിച്ച് നമ്മൾ വലത് കാലാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒന്നുകൂടി ചെയ്യാം. 1 2 1 2 3 4 ഒന്നുകൂടെ ചെയ്യാം. 1 2 1 2 3 4 നന്നായിട്ട് മനസ്സിലായി അല്ലേ? അപ്പൊ നമുക്ക് രണ്ടും കൂടി ചേർത്ത് ചെയ്താലോ. വലത് ഇടതും കൂടെ ചെയ്യാണ്. 1 2 1 2 3 4 ഇനി എഴുതാണ്. 1 2 1 2 3 4 ഇനി ചേർത്ത് വീണ്ടും വലത്. 1 2 1 2 3 4 എഴുതാണ്. 1 2 1 2 3 4 അപ്പൊ വലത് കഴിയുമ്പോൾ എല്ലാവരും വലത് ഇടത് കഴിയുമ്പോൾ എല്ലാവരും ഇടത് ചെയ്യാണ്. സംശയമുണ്ടോ? കുറച്ചുകൂടെ ചെയ്താലോ? ഓക്കെ. 1 2 1 2 3 4 1 2 1 2 3 4 മനസ്സിലായോ? ഒട്ടും സംശയമില്ല. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിരിക്കും. കുറച്ച് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യും. നമ്മൾ അധികം വരും. എന്തായാലും നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യത്തുള്ളൂ. നമുക്ക് 20 സ്റ്റെപ്പ് കൂടെ പഠിക്കാം. പറഞ്ഞുതരാം. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. വലതുകാലം കൂടി മുമ്പോട്ട് വയ്ക്കുന്നു. 1 വെച്ചു. ഇടതുകാലം വീണ്ടും മുമ്പോട്ട് വെച്ചു. സമത്തിന് വെച്ചു. വലതുകാലിൻ്റെ ഒപ്പം ഇടതുകാലം വയ്ക്കുകയാണ്. അപ്പോൾ
1 കൂടി ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യണം. 1 2 കണ്ടോ. പിന്നെ വലതുകാൽ ചവിട്ടി 1 2 3 4. ആ 1 2 3 4 നമ്മൾ സ്ഥിരം ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഒന്നുകൂടെ കളിച്ചു തരാം. 1 2 1 2 3 4. അതുപോലെ തന്നെ ഇടതുകാലം. അപ്പൊ 1 2. അപ്പൊ അടുത്തോട്ടാണ് 1 2 3 4. ഒന്നുകൂടെ 1 2 1 2 3 4. ഈസി അല്ലേ ഇത്? ചെയ്ത് നോക്കാം അല്ല. അപ്പൊ നമ്മൾ റൗണ്ട് ആയിട്ട് എടുക്കാം. ചെയ്ത് നോക്കാം. 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4. നന്നായിട്ട് മനസ്സിലായി അല്ലേ? നമുക്ക് ഇത് നേരെ നിന്ന് ചെയ്യരുത്. ഇനി നമുക്ക് നേരെ നിന്ന് ചെയ്ത് കാണാം. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാനും ഈസിയാണ്. 1 2 1 2 3 4 1 2 1 2 3 4. ഒന്നുകൂടി ചെയ്യാം. 1 2 1 2 3 4 1 2 1 2 3 4. വളരെ ഈസിയാണ് ഈ സ്റ്റെപ്പ്. നന്നായിട്ട് മനസ്സിലായില്ല എല്ലാവർക്കും? ശരി, ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഈ കൈ കാലം പ്രത്യേകം വേണം. നിങ്ങൾ വലിയ മെഡിക്കുകളായല്ലോ. അപ്പൊ അതിന്റെ ആവശ്യം ഇവിടെ ഒരു കൈ നമ്മൾ ഒരുമിച്ച് എടുക്കുന്നതാണ്. 1 2 3 4. ഒന്നുമില്ല. 1 2 3 4 1 2 3 4. വലതുകാലം വെച്ചു, ഇടതുകാലം വെച്ചു, വീണ്ടും വലതുകാലം വെച്ചു. അങ്ങനെ 1 2 പുറകോട്ട് ഇടതുകാലം 3 4. മുമ്പോട്ട് വലതുകാലം പുറകോട്ട് ഇടതുകാലം ആദ്യം വെക്കുന്നു. അപ്പം 1 2 3 4 1 2 3 4 1 2 3 1 2 3. കണ്ടോ? ഒന്നുമില്ല അല്ലേ? ചെയ്ത് നോക്കാം നമുക്ക്. ചെയ്ത് നോക്കാം. റെഡി? 1 2 3 4 1 2 3 4 1 2 3 1 2 3. 3 എന്ന് പറയുന്നുണ്ട് ഞാൻ, പക്ഷെ 4 ഉണ്ട്. 4 സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. 1 2 3 അവിടെ സൈലന്റ് ആണ്. മനസ്സിലായില്ലേ? 1 2 3 4 ആണ് ശരിക്കും. അപ്പൊ ഞാൻ 1 2 3 എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 1 2 3. മനസ്സിലായോ? സംശയമുണ്ടോ? ചെയ്തോ. ആ 1 2 3 4 1 2 3 4 1 2 3 1 2 3. അപ്പൊ നമ്മൾ കാല് പറയാൻ ചെയ്യണ്ട. 1 2 3 1 2 3. അപ്പൊ നമ്മളോട് ചെറുതായിട്ടൊന്ന് ചവിട്ടി കൊടുക്കുന്ന ചവിട്ടുകയല്ല നമ്മൾ. ഇതാണ് 1 2 3 1 2 3. മനസ്സിലായോ? അപ്പൊ 1 2 3 4 1 2 3 4 1 2 3 1 2 3. അത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കുന്നു കൂടെ. 1 2 3 4 1 2 3 4 1 2 3 1 2 3. കാൽപ്പുറയിലെല്ലാം നേരെ തന്നെയാണ്. ഒരു പ്രാവശ്യം കൂടെ. 1 2 3 4 1 2 3 4 1 2 3 1 2 3. അത്രയേ ഉള്ളൂ. സംശയമൊന്നുമില്ലല്ലോ? നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇന്നത്തെ സ്റ്റെപ്പ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഇവിടെ ഇന്ന് എടുത്ത സ്റ്റെപ്സ് ഇന്നൊരു 3 സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. വളരെ എല്ലാം ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സാണ്. പെട്ടെന്ന് പഠിച്ചെടുക്കാം. കണ്ടു നോക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത്രയും നേരം കണ്ടതിന് പ്രോത്സാഹിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.